Hi friends, today we are going to discuss about brokerage firms in financial institution. So let me discuss about what is brokerage firms. Here brokerage company's main duty is to act as middleman that connects buyers and sellers to facilitate a transaction. ഒരു ബ്രോക്കറേജ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ മാൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബയർക്ക് ഒരു ഷെയർ വാങ്ങാനുണ്ടെങ്കിൽ ആ സെല്ലറുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ഇൻ്റർമീഡിയറി, ഒരു മിഡിൽ മാനാണ് ബ്രോക്കറേജ് ഫേംസ്. Then brokerage companies typically receive compensation by means of commission or fees that are charged once the transaction is successfully completed. ഈ ബ്രോക്കറേജ് കമ്പനീസ് നമുക്കുള്ള സേവനങ്ങൾ കംപ്ലീറ്റ് അതുപോലെ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കി അവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഫീസോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ബ്രോക്കറേജ് കമ്പനീസിന് നൽകേണ്ടി വരും. ദെൻ വാട്ട് ഈസ് എ ബ്രോക്കർ ആൻഡ് ഹൂ ഈസ് എ ബ്രോക്കർ? എ ബ്രോക്കർ ഈസ് എൻ ഇൻഡിവിജ്വൽ ഓർ ഫേം ദാറ്റ് ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ എൻ ഇൻവെസ്റ്റർ ആൻഡ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച്. ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞാൽ മേ ബി an ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഫേം ആയിരിക്കാം. ഇതും ബ്രോക്കറേജ് ഫേംസും ബ്രോക്കേഴ്സും ഏകദേശം ഒരേ ഒരു ഡെഫിനിഷനിലാണ് വരുന്നത്. ദെൻ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മേ ബി ഇൻഡിവിജ്വൽ ആവാം ഓർ മേ ബി ഫേംസ് ആവാം. ദെൻ ഇവരും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറീസ് ആയിട്ടാണ് ബ്രോക്കേഴ്സ് പ്രവർത്തിക്കുന്നത്. എ ബ്രോക്കർ ക്യാൻ ആൾസോ റെഫർ ടു ദ റോൾ ഓഫ് എ ഫേം വെൻ ഇറ്റ് ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഫോർ എ കസ്റ്റമർ ആൻഡ് ചാർജസ് ദ കസ്റ്റമർ എ കമ്മീഷൻ ഫോർ ഇറ്റ്സ് സർവീസസ്. ബ്രോക്കറേജ് ഫേംസ് നമുക്ക് സർവീസ് തരുമ്പോൾ നമ്മൾ അവർക്ക് ഫീസ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ബ്രോക്കേഴ്സ് നമുക്ക് സർവീസ് തന്നു കഴിഞ്ഞാൽ അവർക്ക് ഫീസ് കമ്മീഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. Then what is brokerage fee? A brokerage fee is a fee charged by a broker to execute transaction or provide specialized services. ഒരു ബ്രോക്കർ അവരുടെ ക്ലയൻറ്റിനെ സ്പെഷ്യലൈസ്ഡ് സർവീസസോ അഡ്വൈസസോ എന്തെങ്കിലും ട്രാൻസാക്ഷനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ് അവർക്ക് നൽകുന്ന ഒരു ഫീ ആണ് ബ്രോക്കറേജ് ഫീ. ബ്രോക്കേഴ്സ് ചാർജ് ബ്രോക്കറേജ് ഫീ ഫോർ സച്ച് ആസ് പർച്ചേസസ്, സെയിൽസ്, കൺസൾട്ടേഷൻ, നെഗോഷിയേഷൻസ് ആൻഡ് ഡെലിവറി. Then types of brokerage firms: full service brokerage, discount brokerage and robo-advisors. There are 3 types of brokerage firms. Then first of all we are discussing about full service brokerage. A full service brokerage company provides a professional financial advisor who manages all investment decisions and provide ongoing advice and support. Full service brokerage companies എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് പ്രൊഫഷണൽ ഫിനാൻഷ്യൽ അഡ്വൈസ് ആണ് നൽകുന്നത്. അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസേഴ്സ് ആണ് നൽകുന്നത്. ഈ ഒരു സെക്യൂരിറ്റീസ് വാങ്ങിയാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് അവർ നന്നായിട്ട് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അവർ അതിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസാണ് അവർ നമുക്ക് തരുന്നത്. ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള എന്തൊക്കെ കാര്യങ്ങളുള്ള അഡ്വൈസും അതുപോലെ തന്നെ ചെയ്താലുള്ള സപ്പോർട്ട്സ് ഒക്കെ നൽകുന്നതാണ് ഫുൾ സർവീസ് ബ്രോക്കറേജ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ഇത്രത്തോളം ഒരു ഡാറ്റ അനാലൈസ് ഒക്കെ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം ഈ ഒരു ബ്രോക്കറേജ് കമ്പനീസിന് മോസ്റ്റ് എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രോക്കറേജ് കമ്പനീസ്. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിസ്കൗണ്ട് ബ്രോക്കറേജസ്. Discount brokers were once brick-and-mortar operations but are now most often online platforms that allow do-it-yourself or self-directed investors to make their own trading decisions for lower commissions. ഇവിടെ ഡിസ്കൗണ്ട് ബ്രോക്കറേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സർവീസ് ബ്രോക്കറേജസിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല. കാരണം ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കറേജസൊക്കെ കൂടുതലായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കണം. അവരൊരു പ്രത്യേകിച്ച് ഒരു അഡ്വൈസറിന് പേഴ്സണലായിട്ട് നമുക്ക് ഫുൾ സർവീസിലാണെങ്കിൽ നമുക്കൊരു അഡ്വൈസറിന് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ ഡിസ്കൗണ്ട് ബ്രോക്കറേജസിൽ നമ്മളൊരു റിയൽ ആയിട്ടൊരു ബ്രോക്കറെ നമ്മൾ കാണുന്നില്ല, സംസാരിക്കുന്നില്ല. അവരുടെ സൈറ്റോ ആപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുഖേന നമുക്ക് കുറേ ഡാറ്റാസൊക്കെ തന്നതും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ആ ഒരു പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളൊരു തുച്ഛമായിട്ടുള്ളൊരു കമ്മീഷൻ കൊടുക്കുന്നു. അതാണ് ഡിസ്കൗണ്ട് ബ്രോക്കറേജസ്. ദെൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് റോബോ അഡ്വൈസേഴ്സ്. റോബോ advisors are automated investment advisory platforms, or robo advisors are a relatively new form of digital financial advisor that offers investment management services carried out by algorithms with minimally human interventions at very low cost. ഇവിടെ റോബോ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ലോ കോസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ്റെ ഇൻ്റർവെൻഷൻ വളരെയധികം കുറവാണ്. ഇത് കൂടുതലായിട്ടും ഒരു ആപ്പോ സൈറ്റുകളൊക്കെ അതിൽ ഓൾറെഡി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതംസ്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ കമ്പനീസിൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ഓരോന്നിൻ്റെ ലാഭം നഷ്ടം അതുപോലെ തന്നെ ഈ ഒരു ഷെയർ എടുത്താൽ എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളത് അവരുടേതായിട്ടുള്ള ഒരു അൽഗോരിതംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഫുള്ളി ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് റോബോ അഡ്വൈസേഴ്സ്.
ഇതൊരു ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഏരിയ ആണ്. സോ ഇവിടെ ഒരു മിനിമം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആണ്. സോ ഇറ്റ് ഈസ് വെരി ലോ കോസ്റ്റ്. ദെൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫങ്ഷൻസ് ഓഫ് ബ്രോക്കറേജ് ഫേംസ്. എക്സിക്യൂട്ട് ട്രേഡ്സ് ഓൺ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ കസ്റ്റമർ ഓൺ ഹിസ് ബിഹാഫ്. ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ട്രേഡ്സ് കൂടുതലായിട്ട് നമ്മൾ ബ്രോക്കറേജ് ഫേംസിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് ട്രേഡിങ്സും കാര്യങ്ങളും നടക്കും. രണ്ടാമത്തേത് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ സപ്പോർട്ട് അബൌട്ട് സിറ്റുവേഷൻ ഓൺ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, സെൻഡിങ് നോട്ടിഫിക്കേഷൻസ് അബൌട്ട് കോഡ്സ് ആൻഡ് ട്രേഡിംഗ് മെക്കാനിസം. അതുപോലെ തന്നെ ബ്രോക്കറേജ് ഫേംസ് മുഖേന നമുക്ക് കസ്റ്റമേഴ്സിന് ഇപ്പോഴത്തെ കറൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് മെക്കാനിസംസ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കറൻ്റ് അപ്ഡേറ്റഡ് ന്യൂസസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് അതർ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ്സ് മേക്കിംഗ് ദ കറക്റ്റ് ഡിസിഷൻ ഫോർ ക്ലയൻറ്റ് ടു കണ്ടക്ട് ദ കറക്റ്റ് ട്രാൻസാക്ഷൻ. അവരുടെ ക്ലയൻസിനെ റെഗുലർലി കോൺടാക്ട് ചെയ്യുന്നത് കാരണം തന്നെ അവർക്ക് ഈ ഒരു ഇപ്പോഴത്തെ മാർക്കറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷനൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലെൻഡിങ് ടു ക്ലയൻസ് ഫോർ മാർജിൻ ട്രാൻസാക്ഷൻ. ക്ലയൻസിന് അവർ ക്യാഷുകളൊക്കെ ലെൻഡ് ചെയ്യും. കാരണം ചെറിയ എമൗണ്ട് ട്രാൻസാക്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയൊരു ലെൻഡിങ് ഒക്കെ നടത്തും. അതൊരു ബ്രോക്കറേജ് ഫേംസിൻ്റെ മെയിൻ ഫംഗ്ഷനാണ്. ദെൻ സ്റ്റോറേജ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് കസ്റ്റമർ ഡാറ്റ. കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ അവർ നന്നായിട്ട് സ്റ്റോറേജ് ചെയ്യും ആൻഡ് ദാറ്റ് വിൽ പ്രൊട്ടക്റ്റ്. ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ്, creating a technical base to make transaction on the exchange. They will make a technical base to make transaction on the exchange. Then examples of brokerage firms. The brokerage firms in India are HDFC Securities Limited, BSE Limited, Angel Broking Private Limited, National Stock Exchange of India Limited, and so on. So my seminar presentation is over. Thank you all.